കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പാണ്. അപ്പോൾ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വരികയാണ്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ എത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റനേകം പദ്ധതികളും പദ്ധതി ആനുകൂല്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. ഇതിൽ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ പണം നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ പോലെയുള്ള സ്കീമുകൾ. ഈ ഒരു ക്ഷേമ പെൻഷനെ പോലെ തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സാധാരണ കൃഷിക്കാരായിട്ടുള്ള ജനങ്ങളുടെ കൈകളിലേക്ക് പണം എത്തിക്കുവാൻ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി യോജന എന്ന് പറയുന്നത്. നമുക്കറിയാം, നാളിതുവരെയായി 20 ഗഡു തുക, ഒരു ഗഡു എന്ന് പറയുന്നത് 2000 രൂപ വീതമാണ്. പ്രതിവർഷം 6000 രൂപ എന്നുള്ള നിരക്കിൽ 20 ഗഡു തുക കേന്ദ്ര സർക്കാർ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ലഭിക്കുവാനുള്ളത് 21ാമത്തെ ഗഡുവായ തുകയാണ്. ഇതിൽ ചില സംസ്ഥാനങ്ങൾക്ക് 21ാമത്തെ ഗഡു തുക പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ ഒരു തുക വലിയ രീതിയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു മേഖലകളിൽ വലിയ രീതിയിൽ ഫ്ലഡ് ഉണ്ടാകുകയും വലിയ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കാർഷിക വിളകൾ നശിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു തുക മുൻപേറായിട്ട് തന്നെ വിതരണം ചെയ്തത്. ഇനി ബാക്കിയുള്ള കർഷകർക്ക് എപ്പോൾ തുക ലഭിക്കുമെന്നുള്ള കാര്യം പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതിന് ഒരു തീരുമാനമായിരിക്കുകയാണ്. ഏകദേശം നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് വെച്ച് ഈ മാസം 20-ാം തീയതിക്കകം തന്നെ ബാക്കിയുള്ള തുക, അതായത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട തുക പൂർണ്ണ അളവിൽ തന്നെ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ദീപാവലിക്ക് മുമ്പായിട്ട് തന്നെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുവാൻ വേണ്ട ഒരു നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെ വരുമ്പോൾ ഈ ഒരു മാസത്തിൽ ആനുകൂല്യമായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു പക്ഷേ 4000 അല്ലെങ്കിൽ 3600 രൂപയായിരിക്കും. ഈ 4000 എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ 4000 രൂപയായി. ഇതിൻ്റെ 2000 രൂപയും ക്ഷേമ പെൻഷനും കിസാൻ സമ്മാൻ നിധിയും കൂടെ കൂട്ടിയുള്ള 4000 രൂപ ലഭിക്കാം. ക്ഷേമ പെൻഷൻ പഴയ ഗഡു തുക തന്നെയാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ, അതായത് 1600 രൂപ തന്നെയാണ് വിതരണം ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ലഭിക്കാൻ പോകുന്നത് 3600 രൂപയുമാണ്. എന്തുതന്നെ ആയാലും ഈ ഒരു മാസം, അതായത് ഒക്ടോബർ മാസത്തിൽ ജനങ്ങളുടെ കൈകളിലേക്ക് കൂടുതലായിട്ട് പണം എത്തുവാൻ കേന്ദ്ര സർക്കാർ ഈ ദീപാവലിയോടനുബന്ധിച്ച് നടപടി സ്വീകരിച്ചിരിക്കുകയാണ് എന്നുള്ളത് വളരെ നമുക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ്. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ നാം മാത്രം കർഷകർ കടന്നു പോകുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു ആനുകൂല്യം വലിയ ഒരു സഹായമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കാണുന്ന മുറയ്ക്ക് ഇതിനെല്ലാം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ ക്ഷേമ പെൻഷനും കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ മറ്റ് ആനുകൂല്യങ്ങളുമായിട്ടുള്ള അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് എത്തുന്നതുമായിരിക്കും. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.